താങ്ക് യു ഡോക്ടർ സനേഷ്. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1001 ദിവസത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടേതായ ഡോക്ടേഴ്സ് ഡേയും കൂടെയാണ്. കാരണം ദേശീയ ഡോക്ടേഴ്സ് ഡേ ഇന്നലെ ആയിരുന്നു. ഹോമിയോപ്പതിക്കാരെ സംബന്ധിച്ചോളം യഥാർത്ഥത്തിൽ ഡോക്ടർ സാമൂഹ്യ ഹനുമാന്റെ ചരമദിനം കൂടിയാണ്. നമ്മുടെ പരിപാടി ആരംഭിക്കാം. ആദ്യമായിട്ട് ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. അടുത്തതായി നമ്മുടെ ഔപചാരികമായി പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി മറിയാമ്മ ഡോക്ടർ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. 1755 ഏപ്രിൽ 10 ജനിച്ച് ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിന് ജന്മം നൽകി 1843 ജൂലൈ 2 88 വയസ്സിൽ 181 വർഷം മുമ്പ് ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങിയ ഹോമിയോപ്പതിയുടെ പിതാവായ ക്രിസ്ത്യൻ ഫ്രെഡറിക് സാമുവൽ ഹനുമാൻ ഡോക്ടറുടെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. ഇന്ന് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയുടെ 1401 പ്രതിദിന സൂം വെബിനാറാണ്. ഇന്ന് നമ്മൾ ദേശീയ ഡോക്ടർമാരുടെ ദിനത്തിന്റെ ആഘോഷ പരിപാടികൾ നടത്തുകയാണ്. ഇന്നത്തെ നമ്മളുടെ ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നടത്തുന്നതിന് നമ്മുടെ എല്ലാം പ്രിയങ്കരനും വളരെയധികം പ്രഗത്ഭനായ ഡോക്ടറും ഹോമിയോപ്പതിയുടെ ഉന്നമനത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന IFPH പ്രസിഡന്റ് ഡോക്ടർ ഇസ്മയിൽ സദ് സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് IFPHന്റെ വൈസ് പ്രസിഡന്റും ഫിലിപ്പീൻസിൽ ഇരുന്നുകൊണ്ട് തന്നെ കേരളത്തിലെ ഹോമിയോപ്പതിയുടെ രക്ഷയ്ക്കായി വളരെ തീഷ്ണതയോടെ പ്രവർത്തിക്കുന്ന ഷാജി കുടിയാട്ട് ഡോക്ടറിനെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. IFPHന്റെ അമ്മമാരായ ഒരു മനസ്സോടെ എപ്പോഴും ഒരുമിച്ച് തന്നെ കാണപ്പെടുന്ന തങ്ങളുടെ ചികിത്സാനുഭവങ്ങളും അറിവുകളും എല്ലാവർക്കും പങ്കുവെക്കുന്ന ഡോക്ടർ രമാദേവി അമ്പാടി മാഡത്തിനെയും ഡോക്ടർ ശാന്താചന്ദ്രൻ മാഡത്തിനെയും ഒരുമിച്ച് തന്നെ ഹൃദയത്തിന്റെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. IFPHന്റെ ബോർഡ് മെമ്പറും IFPHന്റെ ആരംഭകാലം മുതൽ മോഡറേറ്ററും കൂടിയായ ബിന്ദുരാജ് ഡോക്ടറിനെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. IFPHന്റെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന, അതുപോലെ മീഡിയ വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന ഇപ്പോഴും ചെയ്യുന്ന യഹിയ ഫർക്കത്തി ഡോക്ടറെ വിനയപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. IFPH കൂട്ടായ്മയുടെ വെബിനാറുകൾ സജീവമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലെ റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ കൂടിയായ ഡോക്ടർ ഹരിഹരൻ സാറിനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. IFPHന്റെ ജോയിന്റ് സെക്രട്ടറിയും ഹോമിയോപ്പതി ലവറും കൂടിയായ ജിതി മനോജ് ആണ് ഇന്ന് നമ്മുടെ ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നത്. ജിതി മനോജിനെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ചടങ്ങിന്റെ മോഡറേറ്ററായ മനോജ് ഡോക്ടറിനെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. ഈ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ ഹോമിയോപ്പതി സ്നേഹികളെയും ഡോക്ടർമാരെയും വിദ്യാർത്ഥികളെയും സന്തോഷപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കലാപരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കാൻ തയ്യാറാകണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ സൂം വെബിനാറിന്റെ കാര്യത്തിന് വേണ്ടി വളരെയധികം പ്രയത്നിക്കുന്ന ധനേഷ് ഡോക്ടർ, ഹ്യൂബർട്ട് ഡോക്ടർ, അനിൽകുമാർ ഡോക്ടർ എന്ന് പറഞ്ഞ മോഡറേറ്റർമാരായ എല്ലാ ഡോക്ടർമാരെയും, ശൈല ഡോക്ടർ, അജിനി ഡോക്ടർ, അങ്ങനെ എല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലോകത്തെ ആരോഗ്യത്തോട് നിലനിർത്താനും ജീവൻ രക്ഷിക്കാനും പ്രയത്നിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും
ഈ ദിനത്തിന്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി മറിയാമ്മ ഡോക്ടറെ. നമുക്ക് അതിനകത്ത് തന്നെ മെഡിസിൻ കാണാം. ഗ്രാഫൈറ്റിസ് പൾസാറില തുടങ്ങിയ മെഡിസിൻ ആണ് ഡോക്ടർക്ക് പറ്റിയെന്ന് തോന്നുന്നു. ഹോമിയോപ്പതി സ്കാൻ ചെയ്തിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ ഇസ്മായിൽ സേഡ് സാർ എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു. അതിന് പകരമായിട്ട് എന്നെക്കാളും വലിയവൻ എന്റെ പിറകെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയല്ല എന്ന് പറയിക്കാൻ കഴിവുള്ള ഡോക്ടർ ഷാജി കുടിയാട്ടിനെ ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ഡോക്ടറെ. സേട്ട് സാർ ജോയിൻ ചെയ്തിട്ടില്ല. ഇന്നലെയും കിട്ടി, ഇന്നും കിട്ടി. ആ ഓക്കെ. അപ്പൊ നമ്മുടെ എല്ലാം ബഹുമാന്യനായ സേട്ട് സാറിന്റെ അഭാവത്തില് ഈ ദൗത്യം ഞാൻ നിർവഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഈ പദവി അലങ്കരിക്കുന്നത് കൊണ്ടും ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഇനിഷ്യേഷന് ഒക്കെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയും അതിനൊക്കെ മുൻകൈ എടുക്കുകയും ചെയ്യുന്നുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ഈ കർമ്മം സന്തോഷപൂർവ്വം നിർവഹിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ അകത്തൊരു ആശംസ അർപ്പിക്കാനാണ് റെഡിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉദ്ഘാടന പ്രസംഗവും ആശംസ പ്രസംഗവും കൂടെ ഒരുമിച്ച് ഞാൻ നടത്തിക്കോളാം. അപ്പോൾ നമ്മളിന്ന് ഡോക്ടേഴ്സ് ഡേ ആഘോഷിക്കാനാണ് ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. സമൂഹത്തിന് ഡോക്ടർമാരോട് വലിയൊരു ബഹുമാനമുണ്ട്. ദൈവത്തിന് തുല്യരായിട്ടാണ് അവർ ഡോക്ടർമാരെ കാണുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഡോക്ടർമാരെ കുറിച്ച് സമൂഹത്തിനോടുള്ള കാഴ്ചപ്പാട് ഒത്തിരിയേറെ മാറിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഹോമിയോ ഡോക്ടർമാരാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ സമൂഹത്തിൽ ഡോക്ടർമാരെ ഉപയോഗിച്ച് ബിസിനസ് നടത്തുന്നതിന്, കച്ചവടം നടത്തുന്നതിന്, മനുഷ്യന് ദോഷമുണ്ടാക്കുന്ന മരുന്നുകളൊക്കെ ആവശ്യമില്ലാതെ അടിച്ചേൽപ്പിക്കുന്നതിനുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡോക്ടർമാരെ ഉപയോഗപ്പെടുത്തി ഡോക്ടർമാരും അതിന് വഴിപ്പെട്ട് അനാവശ്യമായിട്ടൊക്കെയുള്ള മരുന്നുകളും ടെസ്റ്റുകളെല്ലാം കുറിച്ച് സമൂഹത്തിൽ ഇന്ന് ഡോക്ടർമാരുടെ നിലയും വിലയും ആദരവും എല്ലാം കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സമൂഹത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കാൻ ഈ ഡോക്ടേഴ്സ് ഡേ നമ്മൾ ഏറ്റവും ആദരപൂർവം പരിഗണിക്കുകയും സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് ഡോക്ടർമാരിൽ ജനം എന്താഗ്രഹിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അവർക്കത് കൊടുക്കുവാനും അതിന് ഈശ്വര തുല്യമായിട്ട് നിന്നുകൊണ്ടുള്ള ഒരു സമീപനവും മനസാന്നിധ്യവും മനസാക്ഷിയും സൂക്ഷിക്കുവാനും അങ്ങനെ ദൈവത്തിൻ്റെ പകരക്കാരനായി സമൂഹം ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയവണ്ണമുള്ള ഒരു പ്രതിനിധിയായിട്ട് മാറാൻ ഈ IOPH ബന്ധപ്പെട്ട ഡോക്ടർമാർക്ക് സാധിക്കട്ടെ എന്ന് ഏറ്റവും വിനയപുരസ്സരം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹോമിയോപ്പതി ഡോക്ടർമാരായ നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളുണ്ട്. ഹോമിയോപ്പതിയെ ചവിട്ടിയരച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ അവസരത്തിൽ ഹോമിയോപ്പതിയെ കൈപിടിച്ചുയർത്തി അതിൻ്റെ നന്മ മനുഷ്യരാശിയുടെ നന്മയ്ക്കായിട്ട് പകർന്നു കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ ദൗത്യം നിർവഹിക്കുന്നതിനായിട്ട് രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി. അത് വളരെ ഇന്ന് ലോകത്തിൽ നമ്മൾ ഒരു ഹോമിയോപ്പതിയോട് ആത്മാർത്ഥതയുള്ള ഡോക്ടേഴ്സിൻ്റെയും ഹോമിയോപ്പതിയുടെ അനുഭവങ്ങൾ ശ്രദ്ധിച്ച ഒരു ക്രീം ഓഫ് പേഷ്യൻസിൻ്റെയും ലവേഴ്സിൻ്റെയും ഒക്കെയുള്ള ആ ജെംസ് ഓഫ് ക്രീം ഓഫ് ഹോമിയോപ്പതി ലവേഴ്സ് ആൻഡ് ഡോക്ടേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി. നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. ആ ഭാരിച്ച ഉത്തരവാദിത്വമുള്ള, ആ ഭാരിച്ച സമർപ്പിതമായിട്ടുള്ള മനസ്സും ആത്മാവും ശരീരവുമുള്ള ഒരു കൂട്ടം ആണ് നമ്മുടേത്. അതുകൊണ്ടാണ് നമുക്ക് 1400 ദിവസമൊക്കെ വളരെ പുഷ്പം പോലെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിച്ചത്. ഒരു മടിപ്പുമില്ല. നമ്മുടെ ധനേഷ് ഡോക്ടറൊക്കെ ഒരു മടിപ്പും ഇന്നുമില്ലാതെ, മനോജ് ഡോക്ടറും ധനേഷ് ഡോക്ടറും ഹ്യൂബർട്ട് ഡോക്ടറും നമ്മളെല്ലാം നമുക്ക് ഇന്നും ഒരു മടുപ്പുമില്ലാതെ ഇതിനോട് സമർപ്പിതരായിട്ട് ഇരിക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ഒരു ക്രീം ഓഫ് ഗ്രൂപ്പിൽ നമ്മളെല്ലാം പെടുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ആ ഒരു ക്രീമിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് നിലനിർത്തേണ്ടതും കണ്ടിന്യൂ ചെയ്യേണ്ടതുമുണ്ട്. ഈ പബ്ലിക് ഹെൽത്ത് ബില്ല് കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ ആഗോളതലത്തിൽ വൻ ആസൂത്രണങ്ങൾ ചില ഗൂഢശക്തികൾ നടത്തി മനുഷ്യരാശിയെ
നശിപ്പിക്കാനും കൊല്ലാനും അടിമകളാക്കാനും ഒക്കെ നടത്തുന്ന ശ്രമങ്ങളെ നാം തിരിച്ചറിയുന്നുണ്ട്. ഇതൊക്കെ വളരെ പരിഹാസരൂപേണ ചതിയിലൂടെ സമൂഹത്തിൽ അവതരിപ്പിക്കുകയും ചതിയിലൂടെ അത് നടപ്പാക്കുകയും ശ്രമിക്കുന്നത് അതൊക്കെ ദൂരവ്യാപകമായ കാഴ്ചപ്പാടോടെ മനുഷ്യന്റെ നന്മയെ കാംക്ഷിച്ചുകൊണ്ട് മനുഷ്യന്റെ മുന്നിൽ തുറന്നു കാണിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു വെളിച്ചം പകരുന്ന ശക്തിയായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അതിന് ഹോമിയോ ഡോക്ടർമാർക്ക്, ഹോളിസ്റ്റിക് സയൻസ് ബേസ് ചെയ്ത് ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട മനുഷ്യസ്നേഹികളായ ഹോമിയോപ്പതി ലവേഴ്സിന് എല്ലാം ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഹോമിയോപ്പതി ദിനം, ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്ന ഇന്ന് എല്ലാ ഭാവുകങ്ങളും ആശംസകളും ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയുടെ കീഴിൽ അതിൻ്റെ ഉന്നതമായ ധർമ്മനിർവഹണത്തിന് വേണ്ടി കൂട്ടായി നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ സമൂഹത്തിൽപ്പെട്ട ഓരോരുത്തർക്കും നേർന്നുകൊണ്ട്, അതുപോലെ തന്നെ ഈ ഡോക്ടേഴ്സ് ഡേ, IOPHന്റെ ഡോക്ടേഴ്സ് ഡേ നമ്മുടെ എല്ലാ സമുന്നതനായ നമ്മുടെ നേതൃത്വം വഹിക്കുന്ന ഈ ഇസ്മായിൽ സേട്ട് സാറിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതെ, ഇതിനൊരു ലെമന്റിങ് മോഡാണ് നമ്മുടെ ഷാജി കുടിയാർ ഡോക്ടർ ഉള്ളത്. അടുത്ത റൂബ്രിക്കാണ് നമ്മൾ ഓരോന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു പരിഭവത്തിന്റെ അതുണ്ട്. കാരണം വെച്ചാല് നമുക്ക് ആശിക്കാം, ഇതിനെല്ലാം പ്രതികാരം ചെയ്യാതിരിക്കുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. നമ്മുടെ അടുത്ത തലമുറ വളരെ ശക്തരായി കരുത്തരായി വിദ്യ ആർജിച്ചുകൊണ്ട് സംഘടിച്ച് ശക്തരായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇനി നേരത്തെ പറഞ്ഞ പോലെ അമ്മ പരമ്പരയിൽ നിന്ന് തുടങ്ങാം. ആശംസകൾ അർപ്പിക്കാനായിട്ട് നമ്മുടെ പ്രിയങ്കരിയായ സംസ്കൃത പണ്ഡിത കൂടിയായ രമാദേവി അമ്പായ ഡോക്ടർ ക്ഷണിക്കുന്നു. എത്ര മിനിറ്റാ മനോജെ? 5 മിനിറ്റ്. 5 മിനിറ്റ് അല്ലെ? ഇന്ന് ഞാൻ ഈ ഒരു മെസ്സേജ് കണ്ടു. എ ഫിസിഷ്യൻ ഈസ് ദ പേഴ്സൺ ഹു ട്രീറ്റ് ദ ഡിസീസ്, ബട്ട് എ ട്രൂ ഫിസിഷ്യൻ ഈസ് ദാറ്റ് പേഴ്സൺ ഹു ട്രീറ്റ് ദ പേഷ്യന്റ് ഹാവിംഗ് ദ ഡിസീസ്. ഈ സത്യം ലോകത്തോട് ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞ നമ്മുടെ ഡോക്ടർ സാമുവൽ ഹനിമാന്റെ 151ാമത് ചരമദിനത്തിൽ തന്നെ നമുക്ക് ഈ ഡോക്ടേഴ്സ് ഡേ ആഘോഷിക്കാൻ സാധിച്ചത് ഒരു ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഹോമിയോ ഡോക്ടേഴ്സിന് ഇപ്പൊ ഡോക്ടേഴ്സ് ഡേ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇവിടെ എല്ലാവരും നമ്മൾ ഡോക്ടേഴ്സാണ്, ഹോമിയോ ഡോക്ടേഴ്സാണ്. ഒരു ബ്ലെസ്ഡ് പേഴ്സണ് മാത്രമേ ഒരു ഹോമിയോ ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ പറയുകയാണെങ്കിൽ ഈ IFPHല് ഇങ്ങനെ എനിക്കിങ്ങനെ ഒരു ആശംസ പറയാൻ അവസരം തന്നത് ഞാനൊരു ഹോമിയോ ഡോക്ടർ ആയതുകൊണ്ടാണ്. ഒരു സംസ്കൃതം പ്രൊഫസർ, ഞാൻ സംസ്കൃതം MA പാസ്സായിട്ട് അത് ആ പ്രൊഫഷൻ വെച്ചുകൊണ്ടിരുന്നെങ്കിൽ ഞാനൊരു പ്രൊഫസറോ ഒരു പ്രിൻസിപ്പളോ ആയിട്ട് 4 പേരറിയാതെ ഒരു രമാദേവി ആയിട്ട് ജീവിച്ച് മരിച്ചു പോകുമായിരുന്നു. പക്ഷെ ഇന്ന് ഈ 4 പേരറിയുന്ന ഈ ഇന്റർനാഷണൽ ഫോറം ഫോർ ഹോമിയോപ്പതിയുടെ ഈ ഫോറത്തില് എന്നെ ആശംസ പറയാൻ അനുവദിച്ചപ്പോ തന്നെ ഞാൻ ഡബിൾ ബ്ലെസ്ഡാന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ ആ ഡബിൾ ബ്ലെസ്സിങ് സ്വീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഒരായിരം നന്ദിയോടുകൂടി തന്നെ എല്ലാ ഡോക്ടേഴ്സിനോടും ഞാൻ ആശംസകൾ അർപ്പിക്കുകയാണ്. പിന്നെ രണ്ടാമത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഹനുമാൻ ഈ ക്രോണിക് ഡിസീസിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇഫ് ഐ ഡിഡ് നോട്ട് നോ ഫോർ വാട്ട് പർപ്പസ് ഐ വാസ് പുട്ട് ഓൺ എർത്ത് to become better myself as far as possible and to make better everything around me that is within my power to improve, I should have to consider myself as lacking very much in worldly prudence to make known for the common good even before my death in an art which I alone possess and which it is within my power to make a profitable as possible by simply keeping it secret. അത് ഹനുമാൻ അന്ന് ഒരു വിദ്യ, അതായത് ഹനുമാന് മാത്രം അറിയാവുന്ന ആ വിദ്യ സ്വകാര്യമായിട്ട് സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആരും ഇവിടെ ഈ ഫീൽഡിൽ ഉണ്ടാവില്ലായിരുന്നു. അപ്പോ ഹനുമാൻ അത് ഏറ്റവും മാഗ്നാനിമിറ്റിയോടുകൂടി ഇതോടുകൂടി നമുക്കെല്ലാം പകർന്നു തന്നു. എനിക്ക് നമ്മുടെ ഈ ഡോക്ടേഴ്സിനോട് എനിക്കൊരു പറയാനുള്ളത്,
നമുക്കറിയാവുന്ന വിദ്യ അത് എത്ര ചെറുതാണെങ്കിലും അത് മറ്റുള്ളവർക്ക് എസ്പെഷ്യലി നമ്മുടെ ജൂനിയേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവണം. അത് മാത്രമേ എനിക്കിന്നും പറയാനുള്ളൂ. ഏതായാലും എല്ലാ ഡോക്ടേഴ്സിനോടും ഇപ്പോ നമ്മുടെ എന്താണ് ഈ ഇത് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഷാജി കുടിയാറ്റിനെ പിന്നെ ഫിലിപ്പൈൻസിൽ നിന്ന് തന്നെ ഇപ്പൊ സമയം നമ്മുടെ സമയമൊന്നും ആയിരിക്കില്ല അവിടെ. ആ സമയം നോക്കിയിട്ട് അവിടെ നിന്ന് ഇത് ചെയ്തു. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഈ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതുപോലെ നമ്മുടെ ഹോമിയോ ലവേഴ്സിനും, അവരില്ലെങ്കിൽ നമ്മളില്ലല്ലോ. ഈ ഹോമിയോ ലവേഴ്സ് ഇല്ലെങ്കിൽ നമ്മളില്ല. നമ്മൾ ഡോക്ടർ ആവാമെന്നേ ഉള്ളൂ. പക്ഷെ നല്ല ഡോക്ടർ ആവണമെന്ന് അറിയണമെങ്കിൽ നമുക്ക് പേഷ്യൻസ് വേണം, ഈ ഹോമിയോ ലവേഴ്സ് വേണം. അപ്പൊ അവരോടും നമ്മൾ നന്ദിയുള്ളവരാണ്. എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അതെ, വളരെ ലളിതമായ വാക്കുകളുടെ ആഴത്തിലുള്ള കാര്യങ്ങൾ മാഡം പറയുകയുണ്ടായി. ഹനുമാൻ ത്രൈസ് ബെസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹോമിയോപ്പതിയെ കുറിച്ചും നമ്മുടെ ആദ്യത്തെ എഡിഷനിൽ തന്നെ പറയുന്നുണ്ട്, ലാസ്റ്റ് പാരഗ്രാഫിലുണ്ട്. അതുകൂടാതെ ഈ പറഞ്ഞ ബ്ലസ്ഡ് ആർ ദ പൂർ എന്ന കാര്യങ്ങൾ ഓർമ്മിക്കുന്നു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളത്. ഉദ്ദേശിക്കുന്നത് ഈ വാസനകളില്ലാത്തവരാണ്. സമ്പാദിക്കണം, വെട്ടിപ്പിടിക്കണം, മറ്റുള്ളവരെ ഒതുക്കണം എന്നുള്ളതല്ല. അങ്ങനെയുള്ളവരാണ് ഹോമിയോപ്പതി ഡോക്ടർമാർ തീർച്ചയായിട്ടും അതിന് അർഹരാണെന്ന് നമുക്ക് കരുതേണ്ടി വരും. അതുപോലെ തന്നെ ഹോമിയോപ്പതി ഡോക്ടർമാരൊരു അടിത്തറ വിപുലീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് IFPH കുറച്ചുകൂടെ വൈവിധ്യമാർന്ന പരിപാടികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ആയുർവേദ ശാസ്ത്രങ്ങളിലെ ബേസിക് ആയിട്ട് ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വൈദികീയ സുഭാഷിതങ്ങൾ എന്ന് പറയാം. അതായത് എക്സസൈസ്, ഭക്ഷണം, ദിനചര്യ, ഒരുപാട് ആയുഷ്കാമ്യം ഒരുപാടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടി ഒരു കാൽവെപ്പ് നടത്തുകയാണ്. 11-ാം തീയതി അതിനായിട്ട് ആയുർവേദ കോളേജിലെ ബേസിക് പ്രിൻസിപ്പിൾസിലെ പ്രൊഫസർ എത്തുന്നുണ്ട്. നമ്മൾ പുതിയൊരു ചുവടുവെപ്പ് നടത്തുന്നുണ്ട്. അത് കൂടാതെ NABH അക്രഡിറ്റേഷൻ, നമ്മുടെ ആശുപത്രികളുടെ നിലവാരം അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തിക്കുന്ന ശ്രമം നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ ഡോക്ടർ രജികുമാർ എത്തുന്നുണ്ട്. ഏപ്രിൽ മാത്രമല്ല, ജൂലൈ 27-ാം തീയതി APJ അബ്ദുൽ കലാമിന്റെ ചരമദിനം പ്രമാണിച്ച് നല്ലൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നലെ തന്നെ കവടിയാർ കൊട്ടാരത്ത് നാളെത്തി. ബക്കിംഗ്ഹാം പാലസിൽ നമ്മുടെ ആളുണ്ട്, ഡോക്ടർ ഐസക് മത്തായി നൂർനാലുണ്ട്. ഇപ്പൊ കൊട്ടാരങ്ങളിലും കുടികളിലും ഹോമിയോപ്പതി ഒരുപോലെ ഉണ്ട്. നമുക്ക് അടുത്ത ഡോക്ടർ ബിന്ദുരായനെ ക്ഷണിക്കാം. ബിന്ദുരായന്റെ താടിയുടെ നര ഇങ്ങനെ കൂടി വരുന്നുണ്ട്. നമസ്കാരം, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. നമസ്കാരം. ശരിക്കും ഇന്നലെ ആയിരുന്നു ഡോക്ടേഴ്സ് ഡേ, പക്ഷെ എന്തുകൊണ്ടും ഇന്നാണ് നമുക്കിത് ആഘോഷിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായത്. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഇന്ന് അത് ആചരിക്കുകയാണ്, അല്ലെ? നമുക്ക് ഡോക്ടർ സാമുൽ ഹനുമാന്റെ ഒരു വിയോഗം ഓർമ്മിപ്പിക്കുന്ന ദിവസവും കൂടിയാണ്. അപ്പോ എത്രയും അദ്ദേഹത്തെയാണല്ലോ ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ ആലോചിക്കുകയും ഓർക്കുകയും ചെയ്യേണ്ട ഏറ്റവും വലിയ ഡോക്ടർ എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായും അദ്ദേഹം തന്നെയാണ്. അപ്പോ ഒരു ഫിലോസഫിക്കലായിട്ട് ശരിക്കും ആരോഗ്യത്തെ കണക്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എപ്പോഴും നമുക്ക് ഓർമ്മയിൽ വരേണ്ട കാര്യമാണ്. നമ്മൾ മാസ്റ്ററെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പൊ ഇപ്പോൾ ഇത് AI-യുടെ കാലമാണ്. അപ്പോൾ ശരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റ് മെഷീൻ ലേണിങ്ങും അതും ഇതുമെല്ലാം നമുക്ക് രോഗത്തെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ശരീരത്തിനകത്തുള്ള ഒരു വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്ന അകത്തെ ഒരു ഊർജം ശരീരത്തെ ആകമാനം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് നമുക്ക് ആരോഗ്യത്തിന് എപ്പോഴും, അല്ലെങ്കിൽ മരുന്ന് സെലക്ട് ചെയ്യാനായിട്ട് വേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിച്ച നമ്മുടെ മാസ്റ്റർ. അതെപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പൊ ഈ ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് മാസ്റ്റേഴ്സിനെ ഞാൻ ഓർക്കുകയാണ്. ഡോക്ടേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നോട്ട് നമ്മളെ കാണിച്ച, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഒരു വലിയ മാതൃകയായിരുന്നത് ഡോക്ടർ രാമൻലാൽ പട്ടേൽ ആയിരുന്നു. പട്ടേൽ സാറിനെ പറ്റിയൊക്കെ കേട്ടും മനസ്സിലാക്കി, അതാണ് ഏറ്റവും വലിയൊരു ഹോമിയോപ്പതി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അദ്ദേഹത്തെയൊക്കെ കാണുമ്പോഴായിരുന്നു. അപ്പോൾ പല കാര്യത്തിനും ഞങ്ങളുടെ അടുത്ത് നിന്നൊക്കെ ഒരുപാട് പേഷ്യൻസ് പോവുകയും ഒക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ ഒരു പേഷ്യന്റ് കയറി വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വേണ്ട മരുന്ന്, ഈ പേഷ്യന്റിന് വേണ്ട മരുന്ന് ഏത് എന്ന് നിർണ്ണയിക്കാനാകും എന്നൊക്കെ കേട്ടിട്ട് വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ചുറ്റുമുള്ള ഹോമിയോ ഡോക്ടേഴ്സ് ഒന്നും രോഗങ്ങളായിട്ട് തന്നെ കണ്ട് ചികിത്സിക്കുന്ന ഒരു അലോപ്പതിയുടെ രീതിയിലായിരുന്നു മരുന്നുകൾ എടുത്തിരുന്നത്. അപ്പം ആ ഹോമിയോപ്പതിയുടെ ഒരു കാതലായ കാര്യം ചികിത്സയിൽ ഉപയോഗിക്കുന്നത് ഡോക്ടർ രാമൻലാൽ പട്ടേൽ ആയിരുന്നു എൻ്റെ നോട്ടത്തിലാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് പട്ടേൽമാരുണ്ട്, ഒരുപാട് ഡോക്ടേഴ്സ് നമുക്ക് തന്നെ ഓരോ ദിവസവും നമ്മുടെ ഫോറത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ്. നമുക്കെല്ലാം ഇത് മനസ്സിലാക്കി തന്ന
ഒരുപാട് ഗുരുക്കന്മാരെ എല്ലാം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. അതിനകത്ത് ഡോക്ടർ പ്രഫുൽ വിജയകർ ആയാലും ഇപ്പോഴുള്ള ഡോക്ടർ രാജശേഖരനായാലും എല്ലാം ഒരുപാട് ഡോക്ടേഴ്സും പുസ്തകങ്ങളും പിന്നെ നമ്മുടെ ദിവസമുള്ള വെബിനാറുകളിൽ വന്ന് പോകുന്ന ഡോക്ടേഴ്സ് ആയാലും എല്ലാവരും ഒരു വലിയ മുന്നേറ്റമാണ് നമുക്ക് നടത്തുന്നത്. അപ്പൊ നമുക്ക് അനാംനസിസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കേസ് ഫുൾ ഒരു പേഷ്യന്റിനെ കേൾക്കുമ്പോൾ ആ ആളുടെ മൊത്തത്തിലുള്ള ഒരു സട്ടിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ആളുടെ രോഗത്തോടൊപ്പം തന്നെ എല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ചെവി ആ ആൾക്കുണ്ടാക്കുന്ന ഒരു ഗുണം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വ്യത്യാസമാണ് ആ പേഷ്യന്റ് ഉണ്ടാകുന്നത്. ഒന്ന്, നമുക്ക് ആ ആളുടെ മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്നത്. രണ്ട്, ഈ കാലത്ത് ശരിക്കും ഒരു പേഷ്യന്റിനെ മൊത്തത്തിൽ കേൾക്കാൻ പറ്റുന്ന തരത്തിൽ ചികിത്സ ഒരിക്കലും പോകുന്നില്ലല്ലോ. ഇപ്പം ബെഡ് സൈഡ് മെഡിസിൻ തീർത്തും ഇല്ലാതായി. എല്ലാ സിസ്റ്റവും ഇപ്പം പ്രത്യേകിച്ചും നമ്മൾ കൂടുതലും ആശ്രയിക്കുന്ന സിസ്റ്റം, ആ സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ ഒരു രോഗിയായിട്ടും അല്ലെങ്കിൽ ഒരു പേഴ്സണായിട്ടും കാണാൻ പറ്റാത്ത തരത്തിൽ മെഡിക്കൽ സിസ്റ്റത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടുക്ക വരെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്ന തരത്തിൽ പേഷ്യന്റിനെ കാണാൻ പറ്റാത്ത രീതിയിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ പേഴ്സണെ കാണുന്നില്ല. അപ്പൊ അതെല്ലാം നമ്മളാണ് ഇപ്പോഴും അതിനകത്ത് തന്നെ നിൽക്കുന്നത്. ഏറ്റവും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കാണ് ചെയ്യാനുള്ളത്. അപ്പൊ ഈ ഒരു ദിവസത്തിൽ ഞാൻ അത് വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളങ്ങനെ ഒരു വലിയ ഒരു ബീക്കണാണ്, നമ്മളൊരു വലിയ ലൈറ്റ് ബെയറേഴ്സ്, ടോർച്ച് ബെയറേഴ്സ് ആണ്. നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് നന്നായി കൊണ്ടുപോകേണ്ടതാണ്. ഇതാണ് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നന്ദി. എല്ലാ ഭാവങ്ങളും നമുക്ക് മുന്നോട്ട് നീങ്ങാം. നന്ദി ബിന്ദുരായ ഡോക്ടറെ. യദ്ഭാവോ തദ്ഭവതി എന്നാണ്. അപ്പൊ ബിന്ദുരായ ഡോക്ടർ പട്ടേൽ സാറിനെ ധ്യാനിച്ച് ഒരു ചെറിയ പട്ടേലായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ഇന്നലത്തെ നമ്മുടെ തമ്പുരാട്ടി പറഞ്ഞ എന്നുള്ള ഫ്രഞ്ച് ഷെവലിയർ അവാർഡ് കിട്ടിയ കാര്യം പറയുണ്ടായി. ഇത് പറയാൻ കാരണം ഇത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ് ഷെവലിയർ അവാർഡ് ഏർപ്പെടുന്നത്, ഹയസ്റ്റ് സിവിലിയൻ ഓർഡർ. ഇപ്പൊ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ രക്ഷാസൈന്യത്തെ ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ രക്ഷാസൈന്യത്തിൽ ഒരാളിവിടെ ഉണ്ട്, ഹരിഹരൻ സാർ. പലപ്പോഴും നമ്മൾ ചർച്ചകൾ വഴിമുട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ കാരണത്താൽ നമ്മുടെ ഗസ്റ്റിന് ജോയിൻ വരാൻ പറ്റാതെ വരുമ്പോൾ രംഗത്ത് വരുന്ന രണ്ട് പോരാളികൾ, ഒരാളാണ് ഹരിഹരൻ സാറ്, അടുത്ത തീർച്ചയായിട്ടും നമ്മുടെ ശ്രീധർ ഗ്രൂപ്പ് സാറാണ്. അപ്പൊ ഹരിഹരൻ സാറിനെ അടുത്ത ക്ഷണിക്കുകയാണ്. ഹരിഹരൻ സാറേ. ഹരിഹരൻ സാർ അൺമ്യൂട്ട് സംസാരിക്കാമോ? സാർ ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്, കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ യഹിയ ഡോക്ടർ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ വരേണ്ടതായിരുന്നു, അപ്പൊ താമസിച്ചു പോയി. ഈ പറഞ്ഞ നമ്മുടെ ആറന്മുള പൊന്നമ്മ ശാന്താചന്ദ്രൻ ഡോക്ടർ ക്ഷണിക്കുകയാണ്. അമ്മ റോള് സ്ഥിരമുള്ള വളരെ ശാന്തഭാവത്തോടു കൂടിയ ശാന്താചന്ദ്രൻ ഡോക്ടർ അൺമ്യൂട്ട് സംസാരിക്കാമോ? കേക്കാവോ? കേൾക്കാം. IFPHന്റെ എല്ലാ സാരഥികൾക്കും എല്ലാവരും ഹൃദയത്തിന്റെ ഭാഷയിൽ നമസ്കാരം. ആറന്മുള പൊന്നമ്മയായിട്ട് തന്നെ ചെയ്തപ്പോ ഇന്നത്തെ ദിവസം നിസ്വാർത്ഥ സേവനത്തിന്റെ ഒരു അംഗീകാരമായിട്ടാണ് നമ്മൾ ഈ ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നത്. അത് ഇന്ന് നമ്മുടെ മാസ്റ്ററുടെ ആ ഡെത്ത് ആനിവേഴ്സറിയും കൂടി ആയ അന്ന് ഏറ്റവും ഉചിതമായ ദിവസമായിട്ട് എനിക്കും തോന്നി. രമ പറഞ്ഞ പോലെ ഇത് ഇന്ന് തന്നെ നടത്തുന്നതിൽ ഒരുപാട് എന്താ പറയണ്ടേ അറിയുന്നില്ല, സന്തോഷമുണ്ട്. ഒരു രോഗിക്ക് വേണ്ട മെഡിക്കൽ കെയറും കൊടുക്കുന്നതിലുപരി ഒരു ഡോക്ടർ ഏറ്റവും കരുണയോടും സഹാനുഭൂതിയോടും കൂടി പെരുമാറുന്ന ഡോക്ടേഴ്സ് ഹോമിയോ ഡോക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഹോമിയോ ഡോക്ടേഴ്സ് ആണ് നമ്മൾ സിംറ്റംസ് നോക്കിയിട്ടല്ലല്ലോ ചികിത്സിക്കുന്നത്. അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി അവരുടെ മാനസികവും അവരുടെ കുടുംബത്തിലെ പശ്ചാത്തലവും ഇതെല്ലാം നോക്കി ട്രീറ്റ് ചെയ്യുന്ന നമ്മളെ സിസ്റ്റം എല്ലാം കൊണ്ടും ഏറ്റവും ഡിവൈൻ ആയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു ഹോമിയോ ഡോക്ടർ ആക്കിയ എൻ്റെ അച്ഛനും
എൻ്റെ പേരൻസിനോടും എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരോടും, അവരെല്ലാം ഡോക്ടേഴ്സ് ആണല്ലോ, അവരോടും എല്ലാം ഉള്ള കടപ്പാട് ഞാൻ എപ്പോഴും അറിയിക്കുകയാണ്. പിന്നെ ഈ ഒരു ദിവസം തന്നെ ഹനുമാന്റെ ഡെത്ത് ആനിവേഴ്സറിയുടെ അന്ന് തന്നെ ഒരു കാര്യം കൂടെ വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ പറയുകയാണ്. ഹനുമാന്റെ ജനിച്ച വീട്ടിൽ പോകാനും ആ സെമിട്രിയിൽ പോയി ട്രിബ്യൂട്ട് ചെയ്യാനുമുള്ള എന്താ ഭാഗ്യം എനിക്ക് ഉണ്ടായി. ഹനുമാന്റെ സിസ്റ്റത്തിൽ കൂടെ ഞാൻ പ്രാക്ടീസ് ചെയ്ത ആ പണവും കൊണ്ട് തന്നെ എനിക്ക് അതിന് പോകാൻ പറ്റി. എല്ലാം തന്ന ഹോമിയോപ്പതി ഒരു ഡിവൈൻ സിസ്റ്റം തന്നെയാണ്. ഇന്നിപ്പോ ഈ ഡോക്ടേഴ്സ് ഡേ എന്ന് പറഞ്ഞ ദിവസത്തില് നമ്മളിപ്പോ ഹോമിയോപ്പതി, ആയുർവേദം, അലോപ്പതി എന്ന് പറയണ്ട, എല്ലാ രോഗികൾക്ക് വേണ്ടി നന്മ ചെയ്യുന്ന എല്ലാ ഡോക്ടർമാരെയും, ലോകത്തിലെ എല്ലാ ഡോക്ടർമാരുടെയും ത്യാഗപൂർണമായ പ്രവർത്തനത്തെ നമുക്ക് ആദരപൂർവ്വം സ്മരിക്കാം. നന്ദി, നമസ്കാരം. ഇത്രയും എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ മൃത്യുവും കൂടുതൽ നേരം പിരിയാതെ ഛിദ്രവും പാർത്ത് ഉള്ളിൽ കഴിയുന്നു എന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞത്. അതിന് അർത്ഥം എന്താണ്? രോഗത്തിന്റെ കാരണം, ക്രോണിക് ഡിസീസിന്റെ കാരണം ഉള്ളിൽ തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പൊ ആധുനിക വൈദ്യം പറയുന്നത്. ജീനിലാണ്. ജീൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി കഴിഞ്ഞാൽ കുറെയൊക്കെ സാധിക്കാന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്വപ്നം കാണുന്നു. പക്ഷെ അവര് പറയുന്നു പേഴ്സണലൈസ്ഡ് മെഡിസിൻ. ഇത് ആദ്യം പറഞ്ഞതാരാ? നമ്മൾ തന്നെയാണ്. ഇപ്പൊ അവരതിനെ ക്രൈസ്റ്റ് ആൻഡ് ആസ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ. ഇറ്റ് ഈസ് ഇൻഫാക്ട് ഇൻഡിവിജ്വലൈസ്ഡ് മെഡിസിൻ. ഈ പറഞ്ഞ ജീന്റെ ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. ഫീനോടൈപ്പിംഗ് ഒന്നും പേഴ്സണലൈസ്ഡ് മെഡിസിൻ അഡ്രസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇൻഡിവിജ്വലൈസ്ഡ് മെഡിസിൻ അത് അഡ്രസ് ചെയ്യാൻ കഴിയും എന്ന് ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഹരിഹരൻ സാർ വന്നിട്ടുണ്ടോ? ഹരിഹരൻ സാറേ, ഹരിഹരൻ സാർ ഒന്ന് നിശബ്ദനാണല്ലോ, എന്ത് പറ്റി? ജോയിൻ ചെയ്തിട്ട് യഹി ഡോക്ടർ ഉണ്ടോ? ഇല്ലല്ലോ. ഹരിഹരൻ സാറിന് പേഷ്യന്റ് വന്ന് ആണോ? എന്തോ ഞാൻ ഊഹിക്കുകയാണ്. ശരി, ഓക്കെ. ഇല്ല, 8 മണി വരെ ഉള്ളൂ ഡോക്ടർക്ക് പേഷ്യൻസ്. വൈകിട്ട് നോക്കാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ആഘോഷമാണല്ലോ. ശൈല ഡോക്ടർക്ക് പാട്ട് പാടാൻ താല്പര്യമുണ്ടോ? തയ്യാറാണോ? ഡോക്ടർ എനിക്കൊരു വലിയൊരു കലാകാരി. സന്തോഷം അറിയിക്കാനുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷത്തിന്റെ ദിവസമാണ്. ഒരു 20 വർഷം മുമ്പ് ഞാൻ ട്രീറ്റ് ചെയ്ത ഒരു പേഷ്യന്റ്, ഒരു മോള് ഇപ്പൊ നിഫ്റ്റ് എഴുതി പിന്നെ പാസ്സായി. അവള് ബാംഗ്ലൂര് ഫാഷൻ ഡിസൈനിങ്ങിന് ചേർന്നു. എന്നിട്ട് ഇന്ന് ആ കുട്ടിയുടെ അമ്മയും ആ മോളും കൂടെ വന്നിട്ട് ഈ ഡോക്ടർ കാരനാണ് മോള് ഉണ്ടായെന്ന് പറഞ്ഞ ആ അമ്മ പറയും എന്റെ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് എനിക്കൊരു പ്രസന്റും ഒക്കെ ആയിട്ട് വന്ന ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് എനിക്ക്. സന്തോഷം എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ദിവസം. ജയലളിത ഡോക്ടർ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഭദ്രാമനെ ഒന്ന് വിളിക്കാം. ആരാണ്? ഭദ്രാമൻ. തീർച്ചയായിട്ടും ഭദ്ര ടീച്ചറുണ്ട്. ഏറ്റവും ഓണറബിൾ ആയിട്ടുള്ള IFPH സ്ഥിരമായിട്ട് വരുന്ന ഡോക്ടർ. തീർച്ചയായിട്ടും എന്റെ ടീച്ചറാണ്. ഞാൻ നേരത്തെ കണ്ടു. ഞാൻ മനോജ് ഡോക്ടറോട് പറയണമെന്ന് വിചാരിച്ചത്. ടീച്ചർ ഉണ്ടായിരുന്നു. സംസാരിക്കാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഞാൻ ആദ്യം തന്നെ എൻ്റെ പ്രിയ ശിഷ്യ ഡോക്ടർ ശാന്താചന്ദ്രന് താങ്ക്സ് പറയുന്നു. എന്നെ ഇങ്ങനെ ഒരു IFPH ഇതിലേക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് എന്നെ വിളിച്ചു പറഞ്ഞത് ശാന്താചന്ദ്രനാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാനിത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് എന്ത് പറയാനാ? ഡോക്ടർ പട്ടേൽ സാറ് മുതൽ ഇന്ന് എല്ലാ ഗുരുക്കന്മാരെയും നിമിഷത്തിൽ ഓർമ്മിക്കുകയാണ്. എല്ലാവരെയും എല്ലാ ഹോമിയോ ഡോക്ടേഴ്സും ഒരുവിധം നല്ല നിലയിലായി. എല്ലാ ഗുരുക്കന്മാരുടെയും സ്വന്തമായിട്ടുള്ള ഇതും കൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ടീച്ചറെ കാണുന്നില്ലേ? ടീച്ചറെ കാണുന്നില്ലല്ലോ. വീഡിയോ ഓൺ ചെയ്യ്.
ആ കാണാം. അപ്പൊ കാണാം. കാണാം. പ്രിയ ശിഷ്യക്ക് സന്തോഷമായി കാണുമല്ലോ ടീച്ചറിനെ കാണുമ്പോ. അതെ. അതെ. ഒട്ടേറെ നാളുണ്ടൻ ഗുരുവിനെ കണ്ടിട്ടെന്ന് പറയും രാമൻ. നമ്മുടെ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോഴത്തേക്ക് രാമായണത്തിൽ ഒരു രംഗമാണ്. അപ്പൊ അതുപോലെ ഒരുപാട് നാളായി കണ്ടിട്ട് എന്നുള്ള സന്തോഷം ഉണ്ടായിരിക്കും. IFPCന് കാരണമായ അതിൽ സന്തോഷമുണ്ട്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ടീച്ചറെ? ഭദ്രമ ടീച്ചർ? ഇല്ല. ഒന്നുമില്ല. ശരി, വളരെ സന്തോഷം. ശരിക്കും ടീച്ചറിനെ വിളിക്കുമ്പോഴേ ടീച്ചർ അവള് മുമ്പ് വെറും മാഡമായി മാമായി ഇനി അടുത്ത് എന്താവെന്ന് പറഞ്ഞിവിടെ ഭാഷ ചുരുങ്ങി വരുന്ന അവസ്ഥയാണ്. ഇപ്പൊ ശാന്തചന്ദ്രൻ ഡോക്ടർ അല്ല പറഞ്ഞ പോലെ പേശലമില്ല ഒരു വസ്തുവുമില്ല അല്ലെങ്കിൽ പ്രേക്ഷകരിൽ നിന്നല്ല. അപ്പൊ കാണാൻ ആളുണ്ടായാലേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ദിവസവും കൃത്യമായിട്ട് അത് നീറ്റായിട്ട് ഡ്രസ് ചെയ്ത് അതിനായിട്ട് ഒരുങ്ങി റെഡി ആയിരിക്കുന്ന ഭദ്രമ ഡോക്ടറെ നമുക്ക് നമിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ആദരം നമുക്ക് ഡോക്ടർ കൊടുക്കണം. നന്ദി ഡോക്ടർ. ഗുരുവും ശിഷ്യയും കൂടെ ഗുരുവും ശിഷ്യയാണെന്ന് പറഞ്ഞപ്പോ ഒരു അതിശയം തോന്നുന്നു. അയ്യോ, രണ്ടുപേരെയും കണ്ടിട്ട്. ജയലളിതയുണ്ട് കേട്ടോ. ജയലളിത ഞാൻ ശാന്താചന്ദ്രൻ മാഡത്തിന്റെ ഗുരുവാണെന്ന് പറഞ്ഞപ്പോഴേ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് വരുമല്ലോ. ടീച്ചർ ശ്രീരാം ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങള് ഫസ്റ്റ്, അപ്പൊ ഞങ്ങള് സെക്കൻഡ് ഇയർ ആയിരുന്നു അല്ലെ ടീച്ചർ? സെക്കൻഡ് ഇയർ ആയിരുന്നു BHMS. അതെ. വാസിഷ്ഠൻ അത്ഭുതപ്പെടും. രാമൻ എന്റെ ഗുരുവായി വന്നല്ലോ എന്നുള്ള അവസ്ഥയായിരിക്കും ശാന്താചന്ദ്രൻ ഡോക്ടർ പ്രതീക്ഷിക്കുന്നു. നമുക്ക് സുജേത ഡോക്ടറെ പാട്ട് പാടാൻ റെഡിയാണോ? നമ്മൾ ഇന്നലത്തെ മമ്മൂട്ടിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുജേത ഡോക്ടറെ. ആരെങ്കിലും സംസാരിക്കാനോ പാട്ട് പാടുന്ന ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. ഭാഗ്യലക്ഷ്മി അൺമ്യൂട്ട് ചെയ്യൂ ഡോക്ടർ, അൺമ്യൂട്ട് ചെയ്യൂ. ഞാനാണോ? അതെ. ശരി. ലേറ്റ് ആയി പോയി, സോറി. ഇല്ല, ലേറ്റസ്റ്റ് ആവാം, കുഴപ്പമില്ല, പഠിക്കോളൂ. ശബ്ദം ഉണ്ടാക്കല്ലേ. ഇന്നലെ വളരെ സുന്ദരമായി പാടി നമ്മളെയൊക്കെ ഞെട്ടിച്ച് കളഞ്ഞ ഡോക്ടറാണ്. എന്റെ ഫോൺ അവിടെ കിടന്നുണ്ടോ? ശരി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂങ്കാറ്റയ്ക്കായിന്നു മാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂങ്കാറ്റയ്ക്കായിന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണ ചിറകുമായി പാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയ്ക്കായിന്നു മാറി. നീരദശ്യാമള നീല നിശീദിനി ചാരു സരോവരമായി. നീരദ ശ്യാമള നീല നിശീദിനി ചാരു സരോവരമായി. സൂര്യനും ചന്ദ്രനും താരാഗണങ്ങളും ഇന്ദ്രി പരങ്ങളായി മാറി. സൂര്യനും ചന്ദ്രനും താരാഗണങ്ങളും ഇന്ദ്രി പരങ്ങളായി മാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയ്ക്കായിന്നു മാറി. ജീവന്റെ ജീവനിൽ നിന്നുമൊരജ്ഞാത ഈ മുദനീർത്തരി പോലെ. ജീവന്റെ ജീവനിൽ
നിന്നുമൊരജ്ഞാത ഈ മോദ നിർദ്ധരി പോലെ ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. കൽപ്പന കഴിഞ്ഞു. നടത്താനുള്ള കഴിവ്. അപ്പൊ പറഞ്ഞോ ഡോക്ടറെ? കഴിഞ്ഞു. ഓക്കെ, വളരെ നന്നായിട്ട് അഭിനന്ദനങ്ങൾ. ഇങ്ങനെ പൂമ്പാറ്റയെ പോലെ പാറി നടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വലിയ ചെമ്മേ പൂക്കൾ പോകുന്നതാ പറന്നമ്മ എന്ന് പറഞ്ഞ പൂമ്പാറ്റ ഇതിവൃത്തമാക്കി ഒരുപാട് കവിതകൾ ഉണ്ടായിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ടുണ്ട്. ഡോക്ടർ ഇനിയും പാട്ട് പാടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാടാം. ഇന്നലെ ഡോക്ടർ ഉജ്ജ്വലമായിട്ട് പാട്ട് പാടിയിരുന്നു. ഹരിഹരൻ സാർ ഉണ്ടോ? ഹരിഹരൻ സാർ ആരെങ്കിലും പാടുന്നുണ്ടോ? ആരെങ്കിലും പാടുന്നുണ്ടോ? കേക്കാൻ മേല. ആരെങ്കിലും ഉണ്ടോ പാടുന്ന? ഇല്ലെങ്കിൽ ഡോക്ടർക്ക് പാടാം. നീ ഉണ്ടെങ്കിൽ പാടിക്കോളൂ. യെസ്, നമ്മൾ കേൾക്കാൻ റെഡിയാണ് സന്തോഷപൂർവ്വം. ശരി. അറിയാതെ അറിയാതെ എന്നിലെ എന്നെ നീ കവിതയായി വന്നു തുളുമ്പി. അനുഭൂതി ധന്യമായി സ്വാതന ഭൂമിയിൽ നവനീത ചന്ദ്രിക ഉയർന്നു. അറിയാതെ അറിയാതെ എന്നിലെ എന്നെ നീ കവിതയായി വന്നു തുളുമ്പി. അനുഭൂതി ധന്യമാം സ്വാതന ഭൂവിൽ നവനീത ചന്ദ്രിക ഉയർന്നു. ഒഴുകി വന്നെത്തുന്ന കാറ്റിന്റെ ചുണ്ടുകൾ മധുരം വിളമ്പുന്ന യാമം. ഒഴുകി വന്നെത്തുന്ന കാറ്റിന്റെ ചുണ്ടുകൾ മധുരം വിളമ്പുന്ന യാമം. ഒരു മുളം കാടിന്റെ രോമഹർഷങ്ങളാൽ പ്രണയം തുടിക്കുന്ന യാമം. പ്രണയം തുടിക്കുന്ന യാമം. അറിയാതെ അറിയാതെ എന്നിലെ എന്നെ നീ കവിതയായി വന്നു തുളുമ്പി. അനുഭൂതി ധന്യമാം സ്വാതന ഭൂവിൽ നവനീത ചന്ദ്രിക ഉയർന്നു. പദചലനങ്ങളിൽ പരിരംഭണങ്ങളിൽ പാടെ മറന്നു ഞാൻ നിന്നു. പദചലനങ്ങളിൽ
പരിരംഭണങ്ങളിൽ പാടെ മറന്നു ഞാൻ നിന്നു. അയഥാർത്ഥമായിക ഗോപുരസീമയിൽ ആശകൾ താനെ തുറന്നു. ആശകൾ താനെ തുറന്നു. അറിയാതെ അറിയാതെ എന്നിലെ എന്നെ നീ എന്നിലെ എന്നെ നീ കവിതയായി വന്നു തുളുമ്പേ. അനുഭൂതി ധന്യമാം സാന്ത്വന ഭൂയിൽ നവനീത ചന്ദ്രിക ഉയർന്നു. അറിയാതെ അറിയാതെ എന്നിലെ എന്നെ നീ എന്നിലെ എന്നെ നീ കവിതയായി വന്നു തുളുമ്പി. അതെ, അറിയാതെ ആണെങ്കിലും വളരെ നന്നായിട്ട് പാടി എന്ന് പറയാം. കാരണം എപ്പോഴും കലാസൃഷ്ടികൾ സംഭവിക്കുന്ന അറിയാതെ തന്നെയാണ്. കാക്കനാടൻ പറഞ്ഞ പോലെ മനസ്സിൽ ഒരു ഇരമ്പൽ ഉണ്ടാകുന്നതാണ്. ആരും പേന എടുത്ത് വെച്ച് റെഡിയായി എഴുതുകയല്ല, ഇറ്റ് ഹാപ്പൻസ്. അപ്പം പലപ്പോഴും നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ പോലെ നമ്മൾ പേഷ്യന്റ് പറയുന്നത് കേട്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഇറ്റ് കംസ് സ്പോണ്ടേനിയസ്ലി എന്ന് പറയേണ്ടി വരും. ചന്ദ്രമോഹൻ ഡോക്ടർ ഉണ്ടോ? ചന്ദ്രമോഹൻ ഡോക്ടറെ ഉണ്ട്. സ്വാഗതം. ഡോക്ടർ റെഡിയാണോ? റെഡിയാണ്. വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രണയഗാനം ആയിക്കോട്ടെ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. അശ്രുബി അർത്ഥനിമീലിതം മിഴികളിലൂറും അശ്രുബിന്ദുവിൽ സ്വപ്നബിന്ദു. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ. എന്നനുരാഗത പോവന സീമയിൽ എന്നനുരാഗത പോവന സീമയിൽ ഇന്നലെ വന്ന തപസിനി നീ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാത്തി ഇത്രയും അരുളിമ നിൻ കവിളിൽ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാത്തി ഇത്രയും അരുളിമ നിൻ കവിളിൽ. എത്ര സമുദ്രഹൃദന്തം ചാർത്തി എത്ര സമുദ്രഹൃദന്തം ചാർത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവിൽ സ്വപ്നബിന്ദു. ഹൃദയ സരസിലെ
പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. താങ്ക് യു. വളരെ നന്നായിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ള പാട്ട് വളരെ അനായാസേന പാടി എന്നുള്ളതാണ് ഡോക്ടർ ഒരു കഴിവ്. കാരണം പ്രൊഫഷണൽ ആയിട്ട് പാടുന്ന ആളാണെന്ന് അതിന്റെ ഒരു ആത്മവിശ്വാസം കാണുമ്പോൾ മനസ്സിലാവും. ഇതിൽ കേട്ടപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞത് ഇത് ഹോമിയോപ്പതി ഡോക്ടറുടെ മനസ്സ് തന്നെയാണ്. കാരണം വെച്ചാൽ ചെറിയ കാര്യങ്ങളെയും കൃത്യമായി കാണാനുള്ള ഒരു സാമ്യത കൽപ്പിക്കാനുള്ള കഴിവ്, ആഴത്തിൽ ദർശിക്കാനുള്ള കഴിവ് തീർച്ചയായിട്ടും ഒരു കലാകാരനുണ്ട്, കവിക്കുണ്ട്, ഒരു ഹോമിയോപ്പതി ഡോക്ടർക്കുണ്ട്. അപ്പൊ ഹോമിയോപ്പതി ഡോക്ടർ എല്ലാം ചേർന്നാണ് ചന്ദ്രമോഹൻ ഡോക്ടർ ഒന്നാണ്. രമാദേവ് ഡോക്ടർ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല മനോജെ, ഇനി ഒന്നും പറയാനില്ല. ഓക്കെ, എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. പറയൂ. അതെ, എനിക്കും ഉണ്ടെന്ന് മനസ്സിലായി. എന്തോ അതുണ്ടെന്ന് മനസ്സിലായി, അതാണ് ചോദിച്ചത്. എനിക്കും ആ ഹനുമാന്റെ ആ ടോമ്പിൽ പോവാനും അവിടെ ഹനുമാൻ പ്രാക്ടീസ് ചെയ്ത മുറിയിലിരിക്കാനും എല്ലാം ഭാഗ്യം കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇനിയും എൻ്റെ ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാല് നമ്മളെല്ലാരും കൂടി ഒന്നും കൂടെ ശ്രമിച്ചിട്ട് ഇത് പോവാത്തവരും ഉണ്ടല്ലോ, എനിക്കൊന്നും കൂടെ പോയാൽ കൊള്ളാന്നുണ്ട്. എനിക്കും ശാന്തയ്ക്കും ഒക്കെ ഒന്നും കൂടെ പോയാൽ കൊള്ളാന്നുണ്ട്. അവിടെ പോവാനുള്ള നമുക്ക് എല്ലാവരും കൂടി ഒന്ന് ഒരു ട്രിപ്പ് പോയാലോ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് നിങ്ങൾക്ക് എല്ലാവരും കൂടി ഒന്ന് ശ്രമിക്കാൻ പറ്റുകയാണെങ്കിൽ ശ്രമിക്കുക. ഞങ്ങൾക്ക് അതിന് അതൊക്കെ അറേഞ്ച് ചെയ്ത് തരാനുള്ള ആൾക്കാർ ഓക്കെ, അപ്പൊ നല്ല നമുക്കൊരു നിർദ്ദേശമാണ്. ഐഡിയ ഇടാൻ മനോജെ. അതെ, നമ്മളുടെ ഹനുമാന്റെ ആ ഒരു ടോമ്പിൽ പോയി ഒരു പുഷ്പചക്രം അർപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഭാഗ്യമാണ്. ഞങ്ങൾക്ക് എന്തായാലും ആ ഭാഗ്യം കിട്ടി. ഒന്നും കൂടെ കിട്ടിയാലും നെയ്യപ്പത്തിൽ നെയ്യ് കൂടിപ്പോ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ ഡോക്ടറെ, സന്തോഷം. ഹരിഹരൻ സാർ എത്തിയിട്ടുണ്ടോ? ഇല്ല. ഇനി പാട്ട് പാടാൻ ആരെങ്കിലും ദയവായിട്ട് പാടുക, അല്ലെങ്കിൽ എന്തെങ്കിലും കലാപരിപാടി ഉണ്ടെങ്കിൽ അവതരിപ്പിക്കാൻ തീർച്ചയായിട്ടും 10 മിനിറ്റ് ബാക്കിയുണ്ട്. ഇതിപ്പോ ചെവിക്കകത്ത് നോക്കാനൊന്നുമില്ല, ഈ മരുന്ന് ചൂടാക്കി ഒഴിച്ചാൽ മതി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കൊച്ചിനെ കൊണ്ടുവന്നു. അതെ, ഇപ്പോഴും സജീവമാണ്. ചന്ദ്രമോഹൻ ഡോക്ടർ ഇപ്പോഴും ചെവി വേദനയിട്ടിരിക്കുകയാണ്. അയാളുടെ രോഗികളെ കുറിച്ചാണ് തീർച്ചയായിട്ടും. അതാണ് ട്രൂ പ്രൊഫഷണലിസം. ഡോക്ടർ ഇനി പാട്ട് വല്ലതും ഉണ്ടോ? മനോജ് ഡോക്ടറെ, ഞാൻ ഒരു കൊച്ചു പാട്ട് പാടാം. തീർച്ചയായിട്ടും പഠിക്കോളൂ. എനിക്ക് അങ്ങനെ വലിയ പാട്ട് പാടാൻ വലിയ കഴിവൊന്നുമില്ല, എന്നാലും നമുക്ക് പാടി തെളിയിക്കാം, കുഴപ്പമില്ല. ഒരു ചിന്ത് പാട്ടാണ് പാടും. ഓക്കെ. പുള്ളിമാൻമിഴി വള്ളിപ്പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണൊളി കാട്ടി വേലവൻ വള്ളി നേരേക്ക്. പുള്ളിമാൻമിഴി വള്ളിപ്പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണൊളി കാട്ടി വേലവൻ വള്ളി നേരേക്ക്. കന്നിപ്പെൺകൊടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുള്ളിടുന്നേ, നിന്നെ കെട്ടുവാൻ എൻ മനസ്സിൽ മോഹം തോന്നുന്നേ. അയ്യട മലവേട നിന്നുടെ മോഹം കൊള്ളാലോ, എന്നെ കെട്ടുവാൻ നിൻ മനസ്സിൽ പൂതിയുണ്ടോടാ. പുള്ളിമാൻമിഴി വള്ളിപ്പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണൊളി കാട്ടി വേലവൻ വള്ളി നേരേക്ക്. കാട്ടുരാജന്റെ പുത്രിയാണെന്നോർക്കണം വേടാ, കാട്ടിലെ മലവേട നിന്നുടെ പത്നിയാവാനോ. കാട്ടുരാജന്റെ പുത്രിയാണേലും കാട്ടുപെണ്ണല്ലേ, കൂട്ടിരിക്കുവാൻ തോഴിയായി നീ കൂടെ പോരാമോ. പുള്ളിമാൻമിഴി വള്ളിപ്പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണൊളി കാട്ടി വേലവൻ വള്ളി നേരേക്ക്. ഓക്കെ. അതെ, പുള്ളിമാൻ ആസ്പദമാക്കി ഒരുപാട് ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ചന്ദ്രകൊമ്പ് നെഞ്ചിലേറ്റും പുള്ളിമാനെ തുടങ്ങി പുള്ളിമാനെ ഒരുപാട് പാട്ടുണ്ട്. നല്ല പാട്ട്. ഷാജികുടിയ ഡോക്ടർ ഗായകനാണ്, പക്ഷെ ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. ഫിലിപ്പൈൻസിൽ നിന്ന് ഒരു മലയാള ഗാനം. അയ്യോ, ഡോക്ടറെ ഇപ്പൊ വേണ്ട മനോജ് ഡോക്ടറെ, ഞാന് പാട്ട് പാടിയിട്ട് തന്നെ നാളുകളായി. അല്ല, നിങ്ങളുടെ പാട്ട് ഞാൻ കേൾക്കാം. ഇവിടെ ഇപ്പൊ രാത്രി 12:30 ആവുമ്പോൾ
അതെ, ഡോക്ടറെ മുഖം കണ്ട അറിയാം. ആഴ്ചയിലേക്ക് അല്പം സമയമായെന്ന് തോന്നുന്നു. ബിന്ദുര ഡോക്ടർ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ബിന്ദുര ഡോക്ടറെ ഒരു തികഞ്ഞ കലാകാരനാണ് ഡോക്ടർ ബിന്ദുരാജ്. ഒരു സഞ്ചാരി കൂടിയാണ്, സാമജ സഞ്ചാരിണി. ഡോക്ടറെ, ഞാനൊരു ചെറിയ സഞ്ചാരത്തിലാണ്. ഞാൻ പുനലൂരില്ല. ഞാൻ ആ. വേറെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ഓടി വന്ന് സംസാരിക്കുകയായിരുന്നു. ഞാൻ ശരിക്കും ഇടയ്ക്കൊന്ന് പുറത്ത് എന്താ പറയുന്നത്, ഔട്ടായിട്ട് പിന്നെയും വരിക. ഞാൻ എന്താ സംസാരിച്ചെന്ന് കേട്ടില്ല. അല്ല, എന്തെങ്കിലും പാട്ടോ, കലാകാരനാണല്ലോ താങ്കൾ, തികഞ്ഞ കലാകാരൻ. അയ്യോ, മൈ ഗോഡ് വേണ്ട, ഇന്ന് കേൾക്കാം. ഓക്കെ, അതൊരു താങ്ക് യു. കൽക്കേറിയ പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുക, നിരന്തര യാത്രയാണ്. യാത്ര ആനന്ദമായ യാത്ര. ചെരയുവേത് ചെരയുവേത് ഋഷിമാരുടെ ഭാഷയിൽ പറയും. ചന്ദ്രമോഹൻ ഡോക്ടറെ, ഇനി പാട്ടുണ്ടോ? ഉണ്ടോ ഡോക്ടറെ? അൺമ്യൂട്ട് ചെയ്യൂ. അല്ല, ആരെങ്കിലും പാടാനുണ്ടെങ്കിൽ പാടിക്കോട്ടെ ഡോക്ടറെ. ഇല്ല, അതല്ലേ പാടാത്ത വീണയും പാടും, പക്ഷെ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്, അതല്ലേ പ്രശ്നം. അതുകൊണ്ടായിരിക്കും ആരും പാടുന്നില്ല. ജയചന്ദ്രൻ ഡോക്ടറിന് പറയാനുണ്ടോ? നമ്മുടെ ഇസ്മായിൽ സേഡ് സാറിന്റെ ക്ലാസ്മേറ്റ് ആണ് ജയചന്ദ്രൻ ഡോക്ടറെ. ജയചന്ദ്രൻ ഡോക്ടറെ, ഡോക്ടർ ഇരുന്ന് ഉറങ്ങാണോ സംശയമുണ്ട്. ഒരുപക്ഷെ നെറ്റായിരിക്കും പ്രശ്നം. മറിയാമ്മ ഡോക്ടർക്ക് പാട്ട് എന്തെങ്കിലും ഉണ്ടോ ഡോക്ടറെ? നമ്മുടെ ആസ്ത ഭാഗ്യലക്ഷ്മി ഡോക്ടർ പാട്ട് പാടാനാണോ എന്നറിയില്ല. ഡോക്ടർ സംസാരിക്കാം. ഭാഗ്യലക്ഷ്മി madam. ആ ഹലോ സംസാരിക്കൂ. ഭാഗ്യലക്ഷ്മി ഡോക്ടറെ സംസാരിക്കൂ. കേൾക്കാമോ? കേൾക്കാം. പിന്നെ കേൾക്കാം. ഓ, എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല. നിങ്ങളുടെ കൂട്ടത്തിലൊന്ന് കൂടാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വന്നതേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. പാട്ടൊന്നും നമ്മുടെ കൂട്ടത്തിലുള്ളതല്ല, എങ്കിലും ഒരു വർത്താനം പറയാന്ന് വിചാരിച്ചു. നമ്മുടെ ഇന്നത്തെ ദിവസം ഏറ്റവും ഭംഗിയായിട്ട് ഇവിടം വരെ കൊണ്ടെത്തിച്ചു. എന്തായാലും നമ്മുടെ ചേച്ചിമാർ രണ്ടും ഇരിപ്പുണ്ട്, പിന്നെ ഭദ്രാമ്മ മാഡം, എല്ലാവരോടും ഒരു ഹായ് പറയാൻ വേണ്ടി ഞാൻ കയറി എന്നുള്ളതേ ഉള്ളൂ. ഇന്നത്തെ ദിവസം ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഇന്ന് പിന്നെ ഞാൻ ഒന്നൊഴിഞ്ഞു നിന്നതാ. ഇന്നത്തേക്ക് എങ്കിലും എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. ഇച്ചിരി സൗണ്ട് അടഞ്ഞിരിക്കുക, അതുകൊണ്ട് ഒന്നും പറ്റുന്നില്ല. തൽക്കാലം നിർത്തട്ടെ. ഡോക്ടറെ കാണുന്നില്ലല്ലോ, കാണാൻ പറ്റുന്നില്ല അല്ലേ? ഞാന് ഇപ്പൊ ഓടി വന്ന് കേറിയതാ ഞാന്. ഓക്കെ, കണ്ടോ? കണ്ടു. ശാന്തേച്ചി ഒക്കെ എല്ലാരോടും. ഞാൻ എന്നെ കാണുന്നില്ല, എവിടാന്നോ എന്തോ. ഞാനിവിടെ ഒരു മൂലയിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുക, ലൈറ്റ് ഒന്നും ഇടാതെ അവിടെ ഇരുന്നതാ. ഞങ്ങള് പാടുകയൊക്കെ ചെയ്യും കേട്ടോ. അയ്യോ, ഇല്ല. എനിക്ക് കൂട്ടത്തിൽ പാടാൻ അറിയാം. കൂട്ടത്തിൽ പാടാനും വെള്ളത്തിൽ പൂട്ടാനും പാടും മനോജെ, പാടും. ആണല്ലേ? ഇപ്പൊ തൊണ്ട ചുമച്ച് തൊണ്ട പോയിരിക്കുക. ശാന്തേച്ചി ഒരു പാട്ട് പാടും. നമ്മള് കുറെ പാടിയില്ലേ? എന്നാ തീർച്ചയായിട്ടും പാടും ഡോക്ടറെ, തീർച്ചയായിട്ടും. എന്നാലും 4 വരിയെങ്കിലും പാടാം. എനിക്ക് വയ്യ, തൊണ്ട ചുമയായിട്ട് ഇരിക്കുകയായിരുന്നു. അത് കരകരമായിട്ട് നമ്മൾ കണ്ടോളാം. ഡോക്ടർ പാടിക്കോ, കുഴപ്പമില്ല. പറ്റില്ല, പാടണമെന്ന് ആഗ്രഹമുണ്ട്, വയ്യ, വെള്ളം കുടിച്ചോണ്ടിരിക്കും. എനിക്കറിയാം. ഇനി ഒരു അവസരത്തിലാണ് ഇപ്പൊ പഠിച്ചു. ചന്ദ്രമോഹൻ ഡോക്ടറെ പാടിച്ചുകൊണ്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. ചന്ദ്രമോഹൻ ഡോക്ടറെ. ഓക്കെ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി, കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി, കൂടെവിടെ കൂട്ടിനിണയല്ലോ കൊഞ്ചുമൊഴിയല്ലോ, കൂടെ വരൂ വെള്ളാരും കുന്നിറങ്ങി വന്നാട്ടെ, നിന്റെ പുല്ലാങ്കുഴലെനിക്കു തന്നാട്ടെ, വെള്ളാരും കുന്നിറങ്ങി വന്നാട്ടെ, നിന്റെ പുല്ലാങ്കുഴലെനിക്കു തന്നാട്ടെ, കാട്ടാറിൻ കടവത്ത് കണ്ണാടി കടവത്ത് കളിവഞ്ചി പാട്ടുപാടി പറന്നാട്ടെ, കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി, കൂടെവിടെ
കൂട്ടിനിണയല്ലോ കൊഞ്ചുമൊഴിയല്ലോ കൂടെ വരൂ കൂടെ വരൂ. പുത്തൻ പുടവ ഞൊറിഞ്ഞൊടുത്താട്ടെ കാതിൽ മുക്കുറ്റി കമ്മലെടുത്തണിഞ്ഞാട്ടെ. പുത്തൻ പുടവ ഞൊറിഞ്ഞൊടുത്താട്ടെ കാതിൽ മുക്കുറ്റി കമ്മലെടുത്തണിഞ്ഞാട്ടെ. കള്ളിപ്പെണ്ണെ നിന്റെ കന്നാലി ചെറുക്കൻ്റെ കല്യാണ പന്തലിൽ വന്നിരുന്നാട്ടെ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടെ കൂടെ വിടെ. കൂട്ടിനിണയല്ലോ കൊഞ്ചുമൊഴിയല്ലോ കൂടെ വരൂ കൂടെ വരൂ. താങ്ക് യു. വളരെ മനോഹരമായിട്ട് നമ്മുടെ ആസ്ഥാന ഗായകനും വന്നിട്ടുണ്ട്, ഇത്തിരി താമസിച്ചു പോയെന്നേ ഉള്ളു. അതെ ഹ്യൂബർട്ട് ഡോക്ടറെ. ഒരു 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 ആ. പാട്ട് ഇവിടെ, ഒരു പാട്ടിന്റെ 2 വരി ഒരാള് പാടുന്നതായിരിക്കും. അപ്പോ പാടിക്കോ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദു എൻ സ്വപ്നബിന്ദു. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. നിർത്തിയിട്ട് ഓടി. എന്തായാലും നാട്ടിൽ ആകാശവാണിയുടെ കേട്ട പോലെ ആളിനെ കാണുന്നില്ല. വളരെ നന്നായിട്ടുണ്ട് ഹ്യൂബർട്ട് ഡോക്ടറെ. അതെ, ആ സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും യാമം മദാലസയാമം. ഇവിടെയൊരു ജീവതരംഗ ഇണയപ്പെടും രാവിൽ നാണത്തിൽ മുങ്ങിയ കായലിൽ കവിളിൽ നഗചിത്രമെടുത്തും നീരാവിൽ നീയും ഞാനും നമ്മുടെ പ്രേമവും കൈമാറാത്ത വികാരമുണ്ടോ? ഓ ഓ സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും യാമം മദാലസയാമം. ഇവിടെയോരോ മാംസപുഷ്പ ഇതളിട്ടുണരും രാവിൽ നഗ്നയാം ഭൂമിയെ തുടിപ്പിക്കാൻ ഉടയാടനെയ്യും നീനാവിൽ നീയും ഞാനും നമ്മുടെ ദാഹം കൈമാറാത്ത രഹസ്യമുണ്ടോ? ഓ ഓ ഓ ഓക്കെ, നന്നായിട്ടുണ്ട് ഹ്യൂബർട്ട് ഡോക്ടറെ. കലാകാരനാണ്, വളരെയധികം വ്യാപകമായിരിക്കുന്നുണ്ടെങ്കിൽ ശബ്ദത്തെ കുറേശ്ശെ ബാധിച്ചു തുടങ്ങുന്നൊരു ആകാംക്ഷ
തീർച്ചയായിട്ടും നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാൻ സമയമായി. നമുക്ക് ഷൈല ഡോക്ടറെ നന്ദി പറയാനെ വിളിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പ്രതീക്ഷിക്കാതെയാണ് എന്നെ നന്ദി പറയാൻ വിളിച്ചത്. ഞാൻ അതുകൊണ്ട് ഒന്നും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ല. എങ്കിലും ഇന്നത്തെ ഡോക്ടേഴ്സ് ഡേയുമായിട്ട് അനുബന്ധമായി ഇന്ന് നടത്തിയ ഈ പ്രോഗ്രാമിൽ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ നമ്മുടെ സേട്ട് സാർ ഇല്ലായിരുന്നു. അതിന് പകരം ആ സ്ഥാനം ഇന്നും അലങ്കരിക്കാൻ ഭാഗ്യമുണ്ടായത് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി കുടിയാട്ടിനാണ്. അദ്ദേഹത്തിന് IFPHന്റെ പേരിലും എൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിച്ച നമ്മുടെ IFPHന്റെ തന്നെ അമ്മമാരായ അമ്പാടി അമ്മ, ശാന്ത അമ്മ, ഇവരെല്ലാം വളരെ സന്തോഷപൂർവവും സ്നേഹപൂർവവും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമുക്ക് ഹരിഹരൻ സാറ് വരാമെന്ന് പറഞ്ഞു, കണ്ടില്ല. മറ്റ് ഡോക്ടർ യഹിയയും എത്തിയിട്ടില്ല. എങ്കിലും അവർക്കും രണ്ടുപേർക്കും IFPHന്റെയും എന്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ നമുക്ക് പാട്ടുകൾ പാടിത്തന്ന സുചേത ഡോക്ടറെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഈ ഒരുപാട് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞെങ്കിലും അന്നൊന്നും രംഗത്ത് വന്നില്ല. അവസാനം ഇപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു കലാകാരിയെ കിട്ടിയത്. അതിൽ വളരെ സന്തോഷം. നല്ല പാട്ടുകളാണ് ഡോക്ടർ പാടിയത്. ഡോക്ടർക്ക് IFPHന്റെയും എന്റെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ചന്ദ്രമോഹൻ ഡോക്ടർ പഴയ രണ്ട് അടിപൊളിയാണ് ഡോക്ടറും പാടിയത്, നമുക്ക് വേണ്ടി പാടിത്തന്നത്. അതുകൊണ്ട് ഡോക്ടർക്കും IFPHന്റെയും എന്റെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ബിന്ദുരാജ് ഡോക്ടർ ആശംസ പറയാൻ എത്തിയിരുന്നു. അദ്ദേഹം യാത്രയിലായിട്ടും കുറച്ച് സമയം നമ്മോടൊപ്പം ചെലവഴിച്ചു. ആശംസ പറയാൻ എത്തി. ഡോക്ടർ ബിന്ദുരാജിനും IFPHന്റെയും എന്റെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി പാട്ടുപാടിയ ഡോക്ടർ ഹ്യൂബർട്ട് ഡോക്ടർക്കും IFPHന്റെയും എന്റെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ സ്വാഗതം പറഞ്ഞ ഡോക്ടർ മറിയാമ്മ ജോൺ വളരെ നല്ല രീതിയിൽ വിശദമായി സ്വാഗതം ആശംസിച്ച IFPHന്റെ മോഡറേറ്റർ കൂടിയായ മറിയാമ്മ ജോൺ ഡോക്ടറെയും ആ ഡോക്ടർക്കും IFPHന്റെയും എന്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ പിന്നെ നമ്മുടെ ശാന്താചന്ദ്രൻ മാഡത്തിന്റെ ഗുരുവായി വളരെ ഭാഗ്യം സിദ്ധിച്ച ഡോക്ടർ കൂടിയാണ് ശാന്തമ്മ. കാരണം ഗുരു തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഗുരുവും ശിഷ്യയും തൊട്ടടുത്തടുത്താണ് കാണുന്നത്. രണ്ടുപേർക്കും ഒന്നിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കാൻ പറ്റി. അത് വലിയൊരു ഞങ്ങൾക്കൂടി വളരെ സന്തോഷവും ഭാഗ്യമുള്ള ഒരു മുഹൂർത്തമായിട്ട് തോന്നുന്നു. എന്തായാലും നമ്മുടെ ഭദ്രാമ IFPHന്റെയും എന്റെയും പേരുള്ള നന്ദി അറിയിക്കുന്നു. ഇനി പ്രധാനമായിട്ടുള്ളത് ഈ വൈകിയ വേളയിലും നമ്മോടൊപ്പം ഈ പ്ലാറ്റ്ഫോമിൽ എത്തി ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്ത എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും എല്ലാവർക്കും IFPHന്റെയും എന്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. എല്ലാവർക്കും ഡോക്ടേഴ്സ് ഡേ ആശംസ. ഡോക്ടർ എന്താ പറയാനുണ്ട്? ഞാനൊരു പാടാന്ന് വിചാരിച്ചിട്ടായിരുന്നു, എന്റെ സമയം കഴിഞ്ഞില്ലേ. ജനഗണമന പാടാം ഡോക്ടറെ. ഒരു പരിപാടി പാടിക്കോളൂ ഡോക്ടറെ, പാടിക്കോളൂ. ഏത് പാട്ട് വേണമെങ്കിലും പാടാം. എന്തായാലും ഡോക്ടർ ആഗ്രഹം നടക്കാതെ പോട്ട. 4 വരി. എല്ലാവരും ചൊല്ലണ്, എല്ലാവരും ചൊല്ലണ്, കല്ലാണ് നെഞ്ചിലെന്ന കരിങ്കല്ലാണ്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തൊണ്ടാണ് കണ്ടതയ്യ, ചക്കരത്തൊണ്ടാണ് കണ്ടതയ്യ. നാട്ടാരും ചൊല്ലണ്, നാടാകെ ചൊല്ലണ്, കാടാണ് കരളിലെന്ന്, കൊടും കാടാണ്, കൊടും കാടാണ് കരളിലെന്ന്. താങ്ക് യു.
ഇത്രയൊക്കെ എന്തായാലും കയ്യിലുണ്ടായിട്ടാണോ നേരത്തെ വരാഞ്ഞ്? അതെ, ആരും മോശക്കാരല്ല എന്നുള്ളത് തന്നെയാണ്. പഴശ്ശിയിലെ യുദ്ധങ്ങൾ ഇനിയും ബാക്കിയുണ്ടെന്ന് വ്യക്തമാണ്. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര. ഒറ്റ കാര്യം, ഞാൻ പേര് പറഞ്ഞ കൂട്ടത്തില് ഈ സൂം നടത്തിക്കൊണ്ട് പോകുന്നതിന് പ്രത്യേകം എടുത്തു പറഞ്ഞ ധനേഷ് ഡോക്ടർ, മനോജ് ഡോക്ടർ, ഹിബർട്ട് ഡോക്ടറുടെ ഒക്കെ പേര് പറഞ്ഞ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട പേരുകളാണ് ശൈല ഡോക്ടറുടെയും മറിയാമ്മ ഡോക്ടറുടെയും അജിനി ഡോക്ടറുടെയും ഒക്കെ. അവരെയും കൂടെ മനസ്സിൽ ഓർക്കുന്നുണ്ടെന്ന് ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ എൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ ഭാര്യ രഞ്ജിനിയുടെ അമ്മയാണ് ഭദ്രമ്മ ടീച്ചർ. അത് പ്രത്യേകം ഓർക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്നും നമ്മുടെ ഫോറത്തിൽ വന്ന് പങ്കെടുക്കുന്നതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ.